ഹലോ, എ വെരി വാം വെൽക്കം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BCom BBA കുട്ടികളുടെ പ്രോസ് ഫോംസ് ഇൻ ഹിന്ദി ലിറ്ററേച്ചർ പേപ്പറിലെ ഗംഗാമയ്യ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഫാക്റ്റ് ഗംഗാമയ്യ വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. റീഡ് യുവർ ചാപ്റ്റേഴ്സ് ഫസ്റ്റ്, ഗോ ത്രൂ ദ വീഡിയോ ആൻഡ് ദെൻ കം ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രൊബേബിളി ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്ലസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രീവിയസ് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെറും ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. റിപ്പീറ്റഡ് ആയിട്ട് കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നോട്ട്സും കൂടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാമെന്നുള്ളൊരു കാര്യം തുടങ്ങി വെച്ചിരിക്കുന്നത്. ക്രമേണ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ബെസ്റ്റ് തിങ്, നിങ്ങളുടെ ജെന്യുവിൻ പോയിൻറ്റ്സ് നിങ്ങളുടേതായ ജെന്യുവിൻ രീതിയിൽ എഴുതുന്നതാണ്. പക്ഷെ ഒരു ബേസ് എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ നോട്ട്സ് യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് വിൽ ബി ഡിസ്കസിങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 10 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ബേസിക്കലി വളരെ ഡ്രൈ ചാപ്റ്ററാണ്. ഐ ഷുഡ് അഡ്മിറ്റ് ഇറ്റ്. നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാനുള്ളൊരു ഫാക്ടർ ഈ നിബന്ധത്തിൽ വാസ്തവത്തിൽ വളരെ കുറവാണ്. പക്ഷേ വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. അപ്പം നമ്മൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ബേസിക്കലി എസ്സേ ചോദിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ആകെ മൊത്തം ഒരു സാരാംശമാണ്. ഗംഗാമയ്യ നിബന്ധ കാ സാരാംശ് ലിഖിയെ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രൊബേബിൾ ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്റ്റ് ഫ്രം ദിസ് ചാപ്റ്റർ. ഇൻഫാക്റ്റ് അത് 2019 യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ഒരു എസ്സേയും കൂടാണ്. ഗംഗാമയ്യ നിബന്ധ കാ സാരാംശ് ലിഖിയെ. गंगामैया काका कालेलकर जी द्वारा रचित ललित निबंध है, जिसमें जीवनदायिनी माँ गंगा के प्रति उनका प्यार और आदर भावना स्पष्ट झलकता है. ഈ ഹോൾ എസ്സേ ഇതിൽ ജീവൻദായിനി മാ ഗംഗ ഇല്ല അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹവും ഒരു ആദരഭാവവും ഗംഗയുടെ സൗന്ദര്യവും ഇതെല്ലാമാണ് ഈ ഹോൾ എസ്സേയിൽ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത്. ആരാണ്? കാക്ക കാലേൽക്കർ. इस निबंध में भारत की पवित्र नदी गंगा के माध्यम से काका कालेलकर जी ने भारतीय इतिहास, संस्कृति तथा भौगोलिक विविधता को प्रस्तुत किया है. അപ്പോൾ എന്തൊക്കെയാണ് ഈ എസ്സേയുടെ മാധ്യമത്തിലൂടെ പവിത്ര നദിയായ ഗംഗ നമ്മുടെ ഇന്ത്യയുടെ ഇതിഹാസ് മീൻസ് നത്തിങ് എൽസ് ദാൻ ഹിസ്റ്ററി, സംസ്കൃതി കൾച്ചർ, ഭൗഗോളിക് വിവിധത നമ്മുടെ ജിയോഗ്രഫിക്കൽ ഡിഫറൻസസ്, ഇതെല്ലാം ഈ ഗംഗയിലൂടെ പോർട്രേ ചെയ്യാനാണ് കാക്ക കാലേൽക്കർ ശ്രമിച്ചത്. ഗംഗ ഒഴുകുന്ന പല പ്രദേശങ്ങൾ, ഗംഗയുടെ നദീതീരത്തിൽ വളർന്നു വന്ന കൾച്ചേഴ്സ്, പല സാമ്രാജ്യങ്ങൾ, പിന്നെ ഗംഗയോട് ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ, ഇതൊക്കെയാണ് ഈ ഹോൾ എസ്സേയിൽ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത്. ഗംഗ കോ വേ ആര്യ ജാതി കി മാതാ കാ ദർജ ദേത്തെ ഹൈ. ആര്യ ജാതി സപ്പോസ് ടു ബി വെരി പ്രിവിലേജസ്, ഭയങ്കര സുപ്പീരിയർ ജാതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആര്യൻസ് ആ റേസ് വളരെ സുപ്പീരിയറാണ്. അവർ ഫെയർ സ്കിൻഡ് ആയിരുന്നു. പിന്നെ അവരെന്തുകൊണ്ടും ദ്രവിഡിയൻസിനേക്കാളും ഒക്കെ ആര്യ ജാതി എന്ന് പറയുമ്പോൾ ഭയങ്കര ഉന്നത കുല ജാതികരാണ്. അപ്പോൾ അവരുടെ മാതാവായിട്ട്, കാരണം ഭീഷ്മ എന്ന വ്യക്തിയുടെ അമ്മയാണ് ഗംഗ. അപ്പോൾ ഗംഗാ കോവേ ആര്യ ജാതിക്ക് മാതാ കാ ദർജ ദേത്തെ ഹൈ. ദർജ ദേന മീൻസ് പൊസിഷൻ കൊടുക്കുക. और गंगा की उत्पत्ति से लेकर सागर तक जा मिलने के अलग अलग स्वरूप का काव्यात्मक वर्णन करते हैं. പിന്നെ ഈ ഹോൾ എസ്സേയിൽ ഗംഗ കി ഉത്പത്തി സെ ലേക്കർ, അതിൻ്റെ ഒറിജിൻ നമുക്കറിയാം. ഗംഗ ഹിമാലയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒറിജിൻ തൊട്ട് സാഗർ തക് ജാ മിൽനേക്ക, കടലിനോട് വന്ന് ചേരുന്നവരെ ഗംഗയ്ക്ക് പല രൂപവും പല ഭാവവും പല സൗന്ദര്യവുമാണ്. ഈ രൂപവും ഭാവവും ഒക്കെ വളരെ കാവ്യാത്മകമായിട്ട് പെർസോണിഫൈ ചെയ്താണ് കാക്ക കാലേൽക്കർ ഈ എസ്സേയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പെർസോണിഫൈ എന്ന് വെച്ചാൽ ഗംഗേനെ ഒരു സ്ത്രീയായിട്ട്, ഒരു സുന്ദരിയായ യുവതിയായിട്ട്, ആ യുവതിയുടെ വിവിധ ഭാവങ്ങളായിട്ടാണ് ഗംഗയുടെ ഓരോ സൗന്ദര്യവും കാക്ക കാലേൽക്കർ വർണ്ണിച്ചിരിക്കുന്നത്. सो विल गो वंस मोर. गंगा मैया काका कालेलकर जी द्वारा रचित ललित निबंध है, जिसमें जीवनदायिनी माँ गंगा के प्रति उनका प्यार और आदर भावना स्पष्ट झलकता है. इस निबंध में भारत की पवित्र नदी गंगा के माध्यम से काका कालेलकर जी ने भारतीय इतिहास, संस्कृति तथा भौगोलिक विविधता को प्रस्तुत किया है.
गंगा को वे आर्य जाति की माता का दर्जा देते हैं और गंगा की उत्पत्ति से लेकर सागर तक जा मिलने के अलग अलग स्वरूप का काव्यात्मक वर्णन करते हैं। वे नदी को वंदनीय मानते हैं क्योंकि मानव एवं सभी जीव जंतुओं को जीवन दान नदी ही तो प्रदान करती है। വന്ദനീയ മീൻസ് ദാറ്റ് വിച്ച് ഷുഡ് ബി റെസ്പെക്റ്റഡ്. അപ്പം നദീനെ നമ്മൾ ആക്ച്വലി വളരെയധികം ബഹുമാനത്തോടെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. क्योंकि मानव एवं सभी जीव जंतुओं को जीवन दान नदी ही देती है. എല്ലാവർക്കും ജലം ലൈഫിലെ ഒരു വലിയ ഫാക്ടറാണ് വാട്ടർ. നമ്മൾക്ക് കൃഷി ചെയ്യണമെങ്കിലും നമുക്ക് ദാഹിക്കുമ്പം കുടിക്കണമെങ്കിലും എല്ലാത്തിനും വെള്ളം ഒരു അനിവാര്യ ഘടകമാണ്. അപ്പോൾ അത് തരുന്ന ഒരു സോഴ്സ് എന്ന നിലയ്ക്ക് നദി വന്ദനീയ ഹെ. നദി ഹമേ അകാൽ കെ ഡർ സെ ബച്ചാത്തി ഹെ. ഫാമിൻ ഏതേലും ഒരു വർഷം മഴ പെയ്തില്ലെങ്കിലും ഫാമിൻ വരാതെ, അകാൽ മീൻസ് ഉണക്ക്, ഒന്നുമില്ലാതെ ഒന്നും ജലമില്ലാതെ ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ഫാമിൻ വരാതെ നമ്മളെ രക്ഷിക്കുന്നത് നദിയാണ്. शुद्ध और शीतल वायु प्रदान करती है और उसके किनारे रहने वालों की शान और शौकत बढ़ाती है. അപ്പം നദിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നന്മകൾ നമുക്ക്, ഇൻഫാക്റ്റ് നദി നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടേഷന് നമ്മൾ യൂസ് ചെയ്യും. അതും ഈ എസ്സേയിൽ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. यूँ तो नदियों का महत्व सर्वविदित है किंतु गंगा अन्य नदियों की तुलना में സർവാധിക് പ്രസിദ്ധ് എവം പൂജനീയ ഹെ. അപ്പോൾ ഈ എസ്സേയിൽ അദ്ദേഹം നദികളുടെ ഇമ്പോർട്ടൻസ് ബേസിക്കലി പറയുന്നുണ്ട്. അതിനേക്കാളും ഒക്കെ മേലെ അദ്ദേഹം ഗംഗാ നദിയുടെ ഇമ്പോർട്ടൻസ്, ഗംഗയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. കാരണം ഗംഗ നമുക്കറിയാം, നമുക്ക് റിലീജിയസ് ആയിട്ടും നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ടും നമ്മുടെ ഇന്ത്യയായിട്ട് ഗംഗയ്ക്ക് അഭേദ്യമായ ഒരു, നമുക്കറിയാം ഗംഗയ്ക്ക് ഭാരതത്തിൽ റിലീജിയസ് ആയിട്ടും പിൽഗ്രിമേജ് വൈസ് ആയാലും പിന്നെ ഹിസ്റ്റോറിക്കലായാലും ഐതിഹ്യപരമായാലും ഗംഗയ്ക്കൊരു വളരെ അധികം സ്ഥാനമുണ്ട് മറ്റ് നദികളെക്കാളും. काका कालेलकर गंगा के स्वरूप का काव्यात्मक वर्णन करते हुए कभी उसे कन्या रूप में, कभी मुग्धा रूप में, कभी कुलवधू की तरह गंभीर, तो कभी ശകുന്തള ജैसी തപസ്വി കന്യാ സെ ഉപമിത് करते हैं. നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞു പെർസോണിഫൈ ചെയ്യുന്നുണ്ട്, മാനവീകരണം ചെയ്യുന്നുണ്ട് ഗംഗേനെ. ഗംഗയെ ഒരു സ്ത്രീയായിട്ട് കാണുകയാണ്. എന്തൊക്കെയാണ്? ഗംഗാ കെ സ്വരൂപ് കാ, ഗംഗയുടെ സ്ട്രക്ചറിനെ, ഒഴുക്കിനെ കാവ്യാത്മകമായിട്ട് എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? ചിലപ്പോൾ അതിനെ കന്യാരൂപത്തിൽ, എന്ന് വെച്ചാൽ ഒരു കൊച്ചു പെൺകുട്ടിയെ പോലെ ചാടി നടക്കുന്ന കന്യ, ആരെയും പേടിയില്ല, ലജ്ജയില്ല, ആ ഒരു ചെറിയ പ്രായം. അത് കഴിഞ്ഞ് മുഗ്ധാരൂപമേ, മുഗ്ധാരൂപ് എന്ന് വെച്ചാൽ നായികാഭേദിൽ നാട്യശാസ്ത്രത്തിൽ മുഗ്ധാരൂപ് എന്ന് വെച്ചാൽ ഒരു യൗവനത്തിലെത്തിയ സ്ത്രീയാണ്. അവൾക്ക് അവിടെ സൗന്ദര്യത്തെ പറ്റി നല്ല ബോധമുള്ള ഒരു സമയമാണ്. മറ്റുള്ളവർ അവിടെ സൗന്ദര്യം ശ്രദ്ധിക്കുന്നു, അവളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു ഭാവമാണ്. അങ്ങനെ ഒഴുകുന്ന ഗംഗ. പിന്നെ കഭി കുലവധു കി തര ഗംഭീർ. കുലവധു എന്ന് പറയുമ്പം ഒരു വിവാഹം കഴിഞ്ഞ് പെൺകുട്ടികൾ അല്പം ഒതുങ്ങുന്ന പ്രായം, മറ്റൊരു കുടുംബത്തിലേക്ക് പോകുമ്പം അല്പം ലജ്ജയും അല്പം ഭയവും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഒരു കുലവധുവിനെ പോലെ ശാന്തമായി ഗംഭീരമായി ഒഴുകുന്ന ഗംഗ. तो कभी ശകുന്തള ജൈസി തപസ്വി കന്യാസെ ഉപമിത് करते हैं. ശകുന്തള നമുക്കറിയാം മുനികുമാരിയാണ്. മുനികുമാരി എന്ന് പറയുമ്പം മറ്റ് ഗ്രാമങ്ങളിലും സിറ്റിയിലും ഒക്കെ താമസിക്കുന്ന സ്ത്രീകളെ പോലെ കപടവും ചാബല്യവും ഒന്നും ഏൽക്കാത്ത പെൺകുട്ടികളാണ് തപസ്വി പെൺകുട്ടികൾ. അപ്പോൾ ശകുന്തളയെ പോലെ തപസ്വി കന്യയായിട്ട് ഗംഗേനെ ഉപമിക്കുകയാണ്. ഗംഗാ കെ ഹർ രൂപ് കാ നാം അലഗ്, ഭാവ് അലഗ്, സൗന്ദര്യ അലഗ്. അപ്പം ഗംഗയുടെ ഈ ഓരോ രൂപത്തിനും, ഇപ്പം ഗംഗോത്രി ഹിമാലയൻ ഗ്ലേഷ്യേഴ്സിൽ നിന്ന് ഗംഗയുടെ ആ ഉത്ഭവസ്ഥാനത്ത് ഒറിജിൻ, അപ്പം മലപ്രദേശത്തിൽ നിന്ന് ചാടി ഇങ്ങോട്ട് താഴോട്ട് വീഴുന്ന ഗംഗ ഒരു കന്യാരൂപാണ്, ഒരു ഖിലാടി രൂപാണ്. പിന്നെ ശാന്തമായിട്ട് ഒഴുകുന്ന ഗംഗ വേറെ രൂപമാണ്. അങ്ങനെ ഓരോ രൂപത്തിനും ഓരോ പേരാണ്, ഓരോ ഭാവമാണ്, ഓരോ സൗന്ദര്യമാണ്. യഹി നഹി മാ ഗംഗ കെ കിനാരെ കൈ മഹാൻ സാമ്രാജ്യ സ്ഥാപിത് ഹുവേ ജിസ്കാ ഉല്ലേഖ് വേ കർത്തെ ഹെ. അപ്പം നാച്ചുറലി നമുക്കറിയാം എല്ലാ സിവിലൈസേഷനും ആദ്യം തുടങ്ങുന്നത് റിവറിൻ്റെ സൈഡിലാണ്. കാരണം അഗ്രികൾച്ചറുമായിട്ട് ബേസ് ചെയ്ത് മനുഷ്യൻ ആദ്യം സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയത് തന്നെ റിവറിൻ്റെ സൈഡിലാണ്. അപ്പം ഗംഗയുടെ സൈഡിൽ ഒരുപാട് സാമ്രാജ്യങ്ങൾ, മഗധ സാമ്രാജ്യങ്ങൾ പേരെടുത്ത് അദ്ദേഹം എസ്സേയിൽ ഒരുപാട് പറയുന്നുണ്ട്. അപ്നെ ഉദ്ഗം സ്ഥൽ സെ ലേക്കർ സാഗർ മേ ജാ മിൽനെ തക് गंगा ने न जाने कितने नगरों एवं तीर्थ स्थानों की रचना की है जिनमें प्रयागराज विशेष उल्लेखनीय है. അപ്പോൾ അതിൻ്റെ ഒറിജിൻ തൊട്ട്
കടലിലോട്ട് വന്ന് ചേരുന്നത് വരെ ഗംഗ പല ഭാവത്തിലും പല പേരുകളിലും പല രൂപത്തിലും ഒഴുകുന്നുണ്ട് പല സ്ഥലങ്ങളിലൂടെ. അപ്പോൾ അവിടെയൊക്കെ റിവർ സൈഡിൽ അമ്പലങ്ങളുണ്ട്, തീർത്ഥസ്ഥലങ്ങളുണ്ട്. അതിൽ പ്രയാഗ്രാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. इस प्रकार लेखक गंगा के अतीत का सौंदर्य, वैभव एवं समृद्धि से हमें अवगत कराते हुए वर्तमान में प्रदूषण से पीड़ित गंगा की ദയനീയ അവസ്ഥ की ओर हमारा ध्यान ആകർഷിत करते हैं. അപ്പം ഗംഗയുടെ സൗന്ദര്യം, പ്രതാപം, പഴയകാല പ്രതാപം എല്ലാം പറഞ്ഞു വെച്ചിട്ട് അവസാനം എന്ത് പറയാണ്, ഇപ്പോഴത്തെ ഗംഗയുടെ ആ പൊള്യൂട്ടഡ് അവസ്ഥ അതിനെപ്പറ്റി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കാക്ക കാലേൽക്കർ. संक्षेप में कह सकते हैं कि काका कालेलकर जी ने अपने इस निबंध में भारत भूमि की संस्कृति एवं धर्म से जुड़ी पवित्र पूजनीय नदी गंगा का उसके उद्गम स्थल से लेकर सागर से जा मिलने तक का सौंदर्यात्मक एवं काव्यात्मक वर्णन करते हुए यह भी घोषित किया है कि अगर गंगा और कुछ भी न करती, मात्र देवव्रत भीष्म को ही जन्म देती, तो भी ആര്യ ജാതി കി മാതാ കെ തൗർ പർ ആജ് പ്രഖ്യാത് ഹോതി. അപ്പോൾ എന്താണ്, സൗന്ദര്യാത്മകമായ കാവ്യാത്മകമായ വർണ്ണന എല്ലാം കഴിഞ്ഞിട്ട് ഗംഗയെപ്പറ്റി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഗംഗ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു. ഇന്ത്യക്ക് വേണ്ടി ഗംഗ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിലും ഭീഷ്മൻ്റെ അമ്മ എന്ന നിലയ്ക്ക് ആ പദവി ഗംഗയ്ക്ക് ഉള്ളിടത്തോളം കാലം ഗംഗയെ വളരെയധികം ആദരവോടെ ഭാരതീയ ജനത കാണുക തന്നെ ചെയ്യും. वे यहाँ तक कहते हैं कि नदी ईश्वर भले ही नहीं है, पर ईश्वर का स्मरण कराने वाला देवता ज़रूर है. അപ്പോൾ അദ്ദേഹം പറയുന്നത് നദി ഒരു ഈശ്വര തുല്യമല്ലെങ്കിലും ഈശ്വരനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഘടകമാണ് നദി. अतः यदि गुरु को वंदन करना आवश्यक है तो नदी को भी वंदन करना उचित है. നമ്മൾ ഗുരുവിനെ കണ്ട് ശിരസ് നമിക്കുന്നെങ്കിൽ, ഗുരുവിൻ്റെ മുമ്പിൽ നമ്മൾ ആദരവ് അർപ്പിക്കുന്നെങ്കിൽ നദിയുടെ മുമ്പിലും അതേ ആദരവ് അർപ്പിക്കേണ്ട അനിവാര്യത ഉണ്ട്. കാരണം റിവർ എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെയും കൂടെ കടമയാണെന്നാണ് ഈ ലളിത് നിബന്ധിലൂടെ കാക്ക കാലേൽക്കർ പറഞ്ഞ് വെക്കുന്നത്. ഓക്കെ, സോ നൗ വിൽ മൂവ് ഓൺ ടു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ദറ്റ് ഈസ് 5 marks क्वेश्चन. गंगा के दर्शन के विविध रूप और उसके सौंदर्य का वर्णन लेखक ने किस प्रकार किया है? गंगा के प्रवाह का काव्यात्मक वर्णन करते हुए उसकी उत्पत्ति से लेकर सागर से जा मिलने तक का मनोरम वर्णन लेखक ने किया है. ഒറിജിൻ തൊട്ട് കടലിനോട് ചെന്ന് ചേരുന്നവരെയുള്ള ഗംഗയുടെ പല രൂപത്തിനെയും ഭാവത്തിനെയും വർണ്ണിച്ചിട്ടുണ്ട്. गंगा के हर एक रूप का सौंदर्य अलग, भाव अलग, वातावरण अलग. गंगोत्री के पास के हिम प्रदेशों में से आवेग से निकलती गंगा को उन्होंने खिलाड़ी कन्या रूप से उपमित किया है. അപ്പോൾ ഹിമപ്രദേശമായ ഗംഗോത്രി, ഹിമാലയത്തിലെ ഗംഗോത്രിയിൽ നിന്ന് ആവേഗ് സെ നിക്കൽത്തി, വളരെ ആവേശത്തോടുകൂടി താഴോട്ട് ചാടി ഇറങ്ങുന്ന ഗംഗ, ഒഴുകിയിറങ്ങുന്ന ഗംഗയെ ഒരു ഖിലാടി കന്യാ രൂപ് സെ ലേഖകനെ ഉപമിത് കിയാ ഹെ. ഒരു അല്ലലും തട്ടാത്ത, ഒരു തുള്ളിച്ചാടി നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഭാവമാണ് ആ സമയത്ത് ഗംഗ. പിന്നെ ഉത്തർകാശി की ओर बड़े बड़े विशाल देवदारू और चीड़ वृक्षों के बीच से बहती गंगा മുഗ്ധാ രൂപ് ധാരൺ കർത്തി ഹെ. അത് കഴിഞ്ഞ് ഉത്തർകാശിയുടെ അവിടെ വലിയ വലിയ വിശാലമായ ദേവദാരു ചീട് വൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഒഴുകുന്ന ഗംഗ ഒരു മുഗ്ധാ രൂപ ഒരു നായികയായിട്ടാണ് ഒഴുകുന്നത്. और प्रयाग के बाद वह काफ़ी शांत और गंभीर भाव से बहती. പ്രയാഗ് എത്തുമ്പോൾ അത് യമുനയായിട്ട് കൂടിച്ചേരും പ്രയാഗ്രാജിൽ. അവിടുന്ന് അത് വളരെ ശാന്തം ഗംഭീര ഭാവത്തിലാണ് ഒഴുകുന്നത്. അപ്പോൾ ലേഖക് ഉസ്കി തുലന സൗഭാഗ്യവതി കുലവധു സെ കിയാ ഹെ. ഒരു സൗഭാഗ്യവതിയായ വിവാഹം കഴിഞ്ഞ ഒരു കുലവധുവിനെ പോലെയാണ് ഗംഗ. വളരെ ശാന്തമായിട്ട്, വളരെ സെൽഫ് കൺട്രോൾഡായിട്ട് ഗംഭീര ഭാവത്തിൽ ഒഴുകുന്ന ഒരു കുലവധുവായിട്ടാണ് ഗംഗയെ ഉപമിച്ചിരിക്കുന്നത്. ഇസ് പ്രകാർ ഗംഗ അപ്നെ ഹർ രൂപ് മേ ദർശക കാ മൻ മോഹ ലേത്തി നസർ ആത്തെ. അത് ഗംഗയുടെ ഏത് ഭാവമായാലും കാണുന്നവരുടെ മനം മോഹിപ്പിക്കും ഗംഗ. नेक्स्ट क्वेश्चन, भारत की कुछ नदियों से जुड़ी पौराणिक तथा धार्मिक कथाओं का उल्लेख कीजिए. അപ്പം ക്വസ്റ്റ്യൻ എന്താണ്, ഭാരതഭൂമിയിലൂടെ ഒഴുകുന്ന നദികൾ അവരുമായിട്ട് കൂടിച്ചേർന്നുള്ള പൗരാണികമായ ഐതിഹ്യമായ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കഥകൾ ഏതൊക്കെയാണ് ഈ എസ്സേയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. भारत भूमि में बहती नदियों के साथ कई पौराणिक एवं धार्मिक कथाएं जुड़ी हैं.
जैसे यमुना का जल मथुरा वृंदावन से ഭഗവാൻ ശ്രീകൃഷ്ണ का സ്മരൺ कराती है. മഥുര വൃന്ദാവനിലൂടെ ഒഴുകുന്ന യമുന നദി നമ്മളെ ശ്രീകൃഷ്ണൻ, യമുനയിലാണ് ഏറ്റവും കൂടുതൽ ബാലലീലകൾ നടത്തിയിട്ടുള്ളത്, ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഉണർത്തുന്നു. जबकि अयोध्या होकर आने वाली सरयू राजा रामचंद्र के करुण जीवन की स्मृतियाँ जगाती है. അയോധ്യയിലൂടെ ഒഴുകുന്ന യമുന നദി നമ്മളെ ഭഗവാൻ ശ്രീ രാമചന്ദ്രൻ്റെ ഓർമ്മയാണ് ഉണർത്തുന്നത്. ചമ്പൽ നദി രതിദേവ് കെ യജ്ഞ യാഗ കി ബാതേം കർത്തി ഹെ. അതുപോലെ ചമ്പൽ നദി, ഇതെല്ലാം റിവേഴ്സാണ്. ചമ്പൽ നദി രതിദേവിൻ്റെ യാഗത്തെപ്പറ്റി, നമ്മളെ അതിൽ ഉള്ള ത്യാഗത്തെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ജബ്കി സോൺഭദ്ര ഗജഗ്രാഹ കെ ദാരുൺ ദ്വന്ദ് യുദ്ധ കാ സ്മരൺ ദിലാത്ത ഹെ. സോൺഭദ്ര ഒരു റിവറാണ്. അവിടെ നടന്ന ഗജഗ്രാഹൻ്റെ ദാരുണമായ ദ്വന്ദ് യുദ്ധത്തിൻ്റെ ഓർമ്മയാണ് നമ്മളെ ഉണർത്തുന്നത്. അപ്പോൾ ഭാരത് കി കുച്ച് നദിയോ സെ ജുഡി പൗരാണിക് തഥാ ധാർമ്മിക് കഥാएं ഇതൊക്കെയാണ്. നെക്സ്റ്റ്, നദി കോ മാതാ കി ഉപമ ക്യോ ശോഭ ദേത്തി ഹെ. വൈ ഡു വി കോൾ റിവർ ആസ് മദർ റിവർ? എന്തിനാണ് നമ്മൾ നദീനെ ഒരു സ്ത്രീലിംഗമായിട്ട്, ഒരു അമ്മയെ പോലെ, എന്താണ് നമ്മൾ നദീനെ ഒരു അമ്മയെ പോലെ കാണുന്നത്, ഒരു മാതാവിനെ പോലെ കാണുന്നത്? नदी को यदि कोई उपमा शोभा देती है तो वह माता की ही, क्योंकि वह माता की तरह ജീവൻദായിനി होती है. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നദി കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ ജീവൻദായിനിയാണ്, അവളെല്ലാം കൊടുക്കുന്നവളാണ്. नदी जीवन का मूल तत्व जल हमें उपलब्ध करवाती है. यही नहीं, तमाम सभ्यताएं एवं संस्कृतियां नदियों के किनारे ही तो विकसित हुई है. ഇപ്പം നദി വേറെ എന്തൊക്കെ നമുക്ക് തരുന്നു? ഒന്നാമത് നമുക്ക് ജലം തരുന്നു. അത് നമ്മുടെ ജീവൻ്റെ മൂൽ തത്വമാണ്, വളരെ ബേസിക് ഒരു നെസസിറ്റിയാണ് ജലം. യഹി നഹി, തമാം സഭ്യതായെ, ഒരുപാട് സിവിലൈസേഷൻ, സിവിലൈസേഷൻ എന്ന് വെച്ചാൽ മനുഷ്യരാദ്യം ജംഗ്ലി ജാൻവറായിരുന്നു, പിന്നെ അതിങ്ങനെ കൃഷി ചെയ്ത് തുടങ്ങി, അങ്ങനെ ഇതെല്ലാം മനുഷ്യൻ്റെ സിവിലൈസേഷൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് സംസ്കൃതിയ, കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഇതെല്ലാം നദിയോं के किनारे ही विकसित हुई है. माता की देख रेख में जैसे बच्चे बड़े होते हैं, वैसे ही नदी अपनी जल एवं शुद्ध वायु प्रदान कर अतीत काल से अनेकों संस्कृतियों को जीवित रखती आ रही है. കാലാകാലങ്ങൾ ഒരുപാട് കൾച്ചേഴ്സ് ഡെവലപ്പായ ഒരു മടിത്തട്ടാണ്, ഒരു അമ്മയുടെ മടിത്തട്ട് പോലെയാണ് നദിയുടെ മടിത്തട്ട്. അതുകൊണ്ടാണ് നദി കോ മാതാ കി ഉപമ ശോഭ ദേത്തി ഹെ. അതഃ നദി കോ മാതാ കി ഉപമ ഹി സബ്സെ അധിക് ശോഭ ദേത്തി ഹെ. नेक्स्ट क्वेश्चन, भीष्म की माता होने मात्र से गंगा परम आदर की पात्र कैसे बन जाती है? ഭീഷ്മൻ്റെ അമ്മ എന്ന ഒരു പദവി ഉള്ളതുകൊണ്ട് തന്നെ ഗംഗയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താണ്? ദേവവ്രത് ഭീഷ്മ अपने तत्वज्ञान एवं अपने ब्रह्मचर्य के कारण प्रसिद्ध है. ഒരു തത്വജ്ഞാനിയായിരുന്നു, ഇതിഹാസ ബോധമുള്ളൊരു വ്യക്തിയായിരുന്നു, എല്ലാ കാര്യങ്ങളെയും പറ്റി നല്ല ഗഹനമായ അറിവുള്ള വ്യക്തിയായിരുന്നു. അതിനുപരി കഠിനമായ ഒരു ബ്രഹ്മചര്യമാണ് അദ്ദേഹം എടുത്തത്. തൻ്റെ യൗവനകാലത്ത് താൻ ആജീവനാന്തം വിവാഹം കഴിക്കില്ല എന്ന ഒരു ഭീഷ്മ പ്രതിജ്ഞ എടുത്തൊരു വ്യക്തിയാണ് ഭീഷ്മൻ. അങ്ങനെ ഒരു ഭീഷ്മൻ്റെ അമ്മ എന്ന നിലയ്ക്ക് ഗംഗയ്ക്ക് ആ പദവി ഉള്ളിടത്തോളം കാലം ഗംഗ എല്ലാവരുടെയും ആദറിൻ്റെ പാത്രമാണ്. ऐसे महापुरुष भीष्म की माता होने मात्र से गंगा आर्य जाति की माता के तौर पर हमारा आदर का पात्र बन जाती है. नेक्स्ट क्वेश्चन, गंगा और ब्रह्मपुत्र एक होकर क्या नाम धारण करती है? गंगा और ब्रह्मपुत्र एक होकर पद्मा नाम धारण करती है और वही आगे जाकर मेघना के नाम से पुकारी जाती है. अब सिंपल ആണ്. प्रयाग के बाद गंगा के प्रवाह में क्या परिवर्तन आता है? देखिए, दिल्ली के समीप से आते हुए यमुना के प्रवाह के कारण गंगा का स्वरूप प्रयाग के बाद बिल्कुल बदल जाता है. ഡൽഹിയുടെ അടുത്ത് ഒഴുകുമ്പോൾ ഗംഗയുടെ യമുനയുടെയും ഒരു സംഗമം ഉണ്ടാവും പ്രയാഗിൽ. അതിനുശേഷം ഗംഗയുടെ ആ ഒരു ഒഴുക്കിനൊരു മാറ്റം വരും. और वह कुलवधू की तरह गंभीर और सौभाग्यवती दिखती है. लेखक के अनुसार नदी को कौन सी उपमा शोभा देती है? नदी को माता की उपमा शोभा देती है क्योंकि वो माता की तरह ही जीवनदायिनी होती है. हमारे पुरखों ने किन किन नदियों के संगम को सबसे अधिक पसंद किया है? हिंदुस्तान में अनगिनत नदियाँ हैं.
കൗണ്ട്ലെസ് റിവേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. അത്തഹ അൻഗിനത് സംഗമേ ഭി ഹെ. അതുപോലെ തന്നെ റിവേഴ്സ് ഉണ്ടെങ്കിൽ അത് കൂടിച്ചേരുന്ന സംഗമ സ്ഥലങ്ങളും ഒരുപാടുണ്ട്. इन सभी संगमों में हमारे पुरखों ने गंगा यमुना के संगम को सबसे अधिक पसंद किया है और इसीलिए उसे प्रयागराज जैसा गौरवपूर्ण नाम रखा गया है. അപ്പം ഭാരതഭൂമി ഒരുപാട് റിവേഴ്സുമായിട്ട് സമ്പുഷ്ടമായ ഒരു നാടാണ്. അപ്പം നദികളുണ്ടെങ്കിൽ നാച്ചുറലി അത് എവിടെയെങ്കിലും കൂടിച്ചേരും. പക്ഷേ ഈ എല്ലാ സംഗമങ്ങളിലും ഗംഗ യമുന സംഗമാണ് എല്ലാവർക്കും വളരെ പിൽഗ്രിമേജ് വൈസ് ആയാലും ധാർമ്മികമായിട്ട് റിലീജിയസ് വൈസ് ആയാലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഗമമാണ് പ്രയാഗ്രാജിൽ ഉള്ളത്. പിന്നെ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഐ ജസ്റ്റ് മെൻഷൻ ഇറ്റ്. गंगा क्यों आर्य जाति की माँ कहलाती है? गंगा मैया का रचनाकार कौन है? നദി के लिए कौन सी उपमा शोभा देती है? അപ്പോൾ ഇത്രയും നിങ്ങൾ ഗംഗാമയ്യയുടെ രചനാക്കാർ കാക്ക കാലേൽക്കർ ആണ്. അദ്ദേഹത്തിൻ്റെ രചനകളുടെ പേര് ആ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോക്കുക. നദി के लिए कौन सी उपमा शोभा देती है അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തതാണ്. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്.